ഞാനിപ്പോൾ ഉള്ളത് ചെത്തി ഹാർബറിലാണ്. ചെത്തി എന്ന് പറയുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലാണ്. ചെത്തി ഹാർബറിൽ 2 പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിൻ്റെ കാഴ്ചകളും അതുകൂടാതെ ചെത്തി ഹാർബറിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ചെത്തി എന്ന് പറയുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ടൗണിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ചെത്തി ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അവർ ഫിഷിങ്ങിന് പോവാണ് കാണുന്നത്, ആ ബോട്ടിലുള്ളവരെ കണ്ടോ. കൂടുതലും വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെയുള്ളവരൊക്കെ വരുന്നത്. കാര്യം ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു ടൂറിസം മേഖല കൂടിയാണ്. മാരാരിക്കുളത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ധാരാളം വിദേശികളും സ്വദേശികളുമായ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നല്ല തണലാണ്, അപ്പോൾ നല്ല കാറ്റുണ്ടാകും. ഇവിടെ ഒന്നിരുന്ന ആൾക്കാർക്കൊന്ന് ശരിക്ക് ഒന്ന് ആസ്വദിക്കാൻ പറ്റും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ആ ഒരു അനുഭവം ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. കരയിലൊക്കെ നിറച്ചും ടെട്രാപോഡ് അടുക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ നോക്കി. എന്തോരമല്ലേ, കുറേ ഉണ്ടല്ലോ ടെട്രാപോഡുകൾ. നമ്മുടെ ഈ ചെത്തി ഹാർബർ നല്ല രീതിയിൽ ഗവൺമെൻറ് പരിരക്ഷിക്കുന്നുണ്ടെന്നൊരു തെളിവാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു ജീവിതമാർഗം കണക്കിലെടുത്ത് കൂടിയാണ് ഈ പുലിമുട്ടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കൊള്ളാം. ഇതിനടുത്ത് തന്നെയാണ് അർത്തുങ്കൽ പള്ളി എന്ന് പറയുന്ന സ്ഥലം. ആലപ്പുഴ ജില്ലയിലാണ് ഇതെല്ലാം. അർത്തുങ്കൽ പള്ളി ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരം കാണും അർത്തുങ്കൽ പള്ളിയിലേക്ക്. ഈ ചെത്തി ഹാർബറിൽ 2 പുലിമുട്ടുണ്ട്. അതായത് ഈ കരയിൽ നിന്ന് അങ്ങോട്ട് റോഡിട്ടേക്കുക ഉണ്ടോ, അത് ഇങ്ങനെ കണ്ട, അതാണ് കരപ്രദേശം. അവിടുന്ന് നേരെ കടൽ നികത്തി ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ വന്നേക്കുക റോഡ് ഇങ്ങനെ. ചുറ്റിനും കരിങ്കല്ല് അടിച്ചേക്കുന്നുണ്ടോ, കരിങ്കല്ലിട്ടേക്കുന്നുണ്ടോ, ഇങ്ങനെ അങ്ങ് പോയേക്കുക. ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം 1 കിലോമീറ്ററിന് അടുത്ത് ദൂരം വരും തോന്നുന്നു അങ്ങേറ്റം വരെ. 1 കിലോമീറ്ററിൽ ഒരു 800 മീറ്റർ ദൂരം കാണും അവിടം വരെ. ഇവിടെ ഉണ്ടോ ഒരെണ്ണം, അത് കൂടാതെ അങ്ങേറ്റത് കണ്ടോ, ഇല്ല അവിടെ അങ്ങേറ്റത്തുണ്ടോ ഒരെണ്ണം കണ്ടോ. ഇതിൻ്റെ നടുക്കാണ് ഈ വള്ളങ്ങൾ കിടക്കുന്നത്. അതായത് ഈ പുലിമുട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദൂരെ നിന്ന് തിരയടിച്ചു കഴിയുമ്പോൾ ഈ വള്ളങ്ങളുടെ സുരക്ഷിതമാണ്. ഈ 2 പുലിമുട്ടുകളുടെ ഇടയ്ക്ക് ഈ വള്ളങ്ങൾ എല്ലാം കയറ്റിയിടും. മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ ഇവിടെ മീൻ വല കുടയുകയും ഒക്കെ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടക്കുമ്പോൾ ശക്തമായ തിര ഉണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇത് പറഞ്ഞത് ആലപ്പുഴയുടെ ധനുഷ്കോടി എന്ന് കൂടിയാണ് അറിയപ്പെടുന്ന സംഭവം. ഈ ഒരു പുലിമുട്ടനെ അറിയപ്പെടുന്നത് ധനുഷ്കോടിയിൽ നമ്മളൊരു മരിപ്പുട്ടൊക്കെ പോയി കാണും. അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ റോഡ് ഇട്ടേക്കുക കടലിന് നടുക്കൂടെ. അപ്പം അതാണ് ആ ഒരു പ്രത്യേകത. ഈ കിടക്കുന്ന വള്ളങ്ങളൊക്കെ ഇന്നലെ വൈകിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് തിരികെ വന്ന വള്ളങ്ങളാണ്. ഇവിടെ വന്ന് മീൻ ലേലം ചെയ്ത് അത് കൊടുത്തതിന് ശേഷം അവർ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവർക്ക് പല പല കാര്യങ്ങളുണ്ട്. ഇനി ഈ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് വലയുടെ പ്രശ്നങ്ങൾ, അതുകൂടാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കടലിൽ വലിയ തിരയില്ല. പറയാനായിട്ടിപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ നല്ല തിരക്കാണ്. കാര്യം ഈ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് അത് ലേലം ചെയ്ത് കച്ചവടക്കാർ വാങ്ങിക്കും. അതുകൂടാതെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് കൂടുതൽ മീൻ വേണമെങ്കിൽ വാങ്ങിക്കും. അങ്ങനെ എല്ലാം കാണാൻ സാധിക്കും നമുക്കിവിടെ വരുവാണെങ്കിൽ. നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നു നോക്കിയാലോ? നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അവിടം വരെ
നടന്നു പോകാൻ പറ്റും. നല്ല നല്ല റോഡാണിത്. ഇടയ്ക്ക് വാഹനങ്ങളൊക്കെ വരുന്ന നോക്കിയാൽ മതി. ഞാനിവിടെ വന്ന് ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. ആലപ്പുഴയിൽ നിന്ന് തുമ്പോളി വന്നിട്ട് തുമ്പോളി ബീച്ച് റോഡ് വഴി നേരെ ചെത്തിയിലെത്തി. അങ്ങനെയാണ് ചെത്തി ഹാർബറിലേക്ക് വന്നത്. എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ആലപ്പുഴയ്ക്ക് പോകുമ്പം തീരദേശ റോഡ് വഴിയേ വരാവുള്ളൂ. വരുമ്പോൾ ചെത്തി എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട്. അവിടെ നിന്നും റൈറ്റിലേക്ക് കയറുവാണെങ്കിൽ ഇവിടെ വരാൻ സാധിക്കും. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാര്യം ഇങ്ങനെ ഇതൊന്നും ആർക്കും അറിയത്തില്ല വലുതായിട്ട്. കുറച്ച് പേര് മാത്രമൊക്കെ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഷോർട്സൊക്കെ ഇടുന്നുണ്ട് ഇതിൻ്റെ എന്താണെന്നുള്ളത്. ഇതൊക്കെയാണ് ഈ ചെത്തി ഹാർബറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഈ സ്ഥലം ഒന്ന് കാണുവാൻ ശ്രദ്ധിക്കുക. ഇതോടുകൂടി എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.